പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു ആകർഷണമാണ്. അപ്പൊ അവരോട് കൂടുതൽ വിശേഷം ചോദിക്കും, എന്തുകൊണ്ട് ഈ കാലത്തും ഈ വണ്ടി ഓടിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറയും. എന്താ പേര്? എന്റെ പേര് റഫീഖ്. എന്റെ പേര് മുനീർ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാളവണ്ടി ഈ കാലത്ത് ഓടിക്കാൻ ഉദ്ദേശം? അത് പഴയ ആൾക്കാരിങ്ങനെ കൊണ്ടുകൊണ്ടായിരുന്നു. അതിന്റെ രീതിയിൽ ഇത് എന്ത് ഉപയോഗത്തിനാണ് ഇപ്പൊ? ഞങ്ങള് തിരുവത്തപ്പള്ളി നേർച്ചയ്ക്ക് വേണ്ടിട്ട്. അത് ഇവിടെ ചേലക്കരയാ? അത് ചേലക്കരയല്ല, അത് പാലക്കാട്. പാലക്കാട്. അപ്പൊ നേരത്തെ എന്നാ വരിക? നേരത്തെ ഫെബ്രുവരിയിലാണ്. ഈ കൊല്ലം ഇനി ഫെബ്രുവരിയിലാണ്. മകരത്തിലുണ്ടാവും. മകരമാസം ഉണ്ടാവും. മലയാള മാസം മകരമാസമാണ് ഉണ്ടാവാറ്. ഇപ്പൊ എത്ര വണ്ടികൾ ഉണ്ടാവും? അങ്ങോട്ട് ഇഷ്ടം പോലെ വണ്ടികൾ വരും. എല്ലാ ഭാഗത്തും വണ്ടികൾ വരും. നേരത്തേക്ക് മത്സരം ഉണ്ടാവും. മത്സരം ഉണ്ടാവും. പോണ ടൈമില് മത്സരം ഉണ്ടാവും. മത്സരത്തില് ഓരോ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ ഓരോ ഭാഗത്തുനിന്ന് അങ്ങനെ ഓരോ ഏരിയ വെച്ചിട്ട് മത്സരങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളുടെ അറിവിൽ ഈ ചേലക്കര ഭാഗത്ത് എത്ര വണ്ടി ഉണ്ടാവും? ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ചേലക്കരക്കാരന് ഒരു 10-15 വണ്ടി പോയിട്ട്. ഇപ്പൊ എന്താണ് ഈ ഓടിക്കഴിഞ്ഞാൽ ജയിച്ചതിന് പ്രസന്റേഷൻ അവര് തരുന്നത്? അതെന്തോ ഒരു ട്രോഫി, അത്രേ ഉള്ളൂ. എന്നാലും അതിലൊരു ഹരാണ്, ഒരു മത്സരം. അപ്പൊ ഈ ഒരു ട്രോഫി ആ വാങ്ങണ ടൈം മുതൽ അടുത്ത കൊല്ലം ആ ടൈം വരെ നമ്മുടെ പേരായിരിക്കും അവിടെ ഇന്ന വർഷത്തില് ഇന്ന ആൾക്കാർ ട്രോഫി മേടിക്കും. അപ്പൊ അതൊരു പ്രൈസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മുൻ തലമുറ ഇത് ചെയ്തിരുന്നു? നിങ്ങൾ രണ്ടാളും അടുത്ത ബന്ധുക്കളാണ്? അതാരാ? അല്ല, ഞങ്ങള് ചെറുപ്പം തൊട്ടേ തന്നെ ഞങ്ങൾ രണ്ടാളും തന്നെ. പിന്നെ എന്താ ജോലി അപ്പൊ? എനിക്ക് കോൺട്രാക്ട് വർക്കാണ്. ഇയാൾക്കോ? ഞാന് 12 മണി. അപ്പൊ അതില്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഇങ്ങനെ പ്രാക്ടീസ് പ്രാക്ടീസ് എല്ലാ ആഴ്ചയിലും. അപ്പൊ ഇവർക്ക് സ്റ്റാമിന വിടാൻ വേണ്ടിട്ടോ? സ്റ്റാമിന നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാലും സ്റ്റാമിന ആവുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഫുഡിനുള്ള പണി വേണം അവർക്ക്, നല്ല സ്റ്റാമിന ആവുള്ളൂ. ഇവർക്ക് എന്താണ് ഇപ്പൊ തന്നെ പണി? സാധാരണ ഭക്ഷണം സ്പെഷ്യലായിട്ട് വല്ലതും ഉണ്ടാ? പരുത്തിക്കുരു, മുതിര കൊടുക്കുന്നുണ്ടല്ലോ. ചില ആൾക്കാർ മരുന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് എല്ലാ മാസവും കൊടുക്കാതെ കർഷകത്തിന് മരുന്നാണോ? അത് ഓരോരുത്തരും ഓരോ ടൈമിനനുസരിച്ചാ. ഓരോരുത്തർ ഒരു ഓട്ട മത്സരം ഉണ്ടെങ്കിൽ അതിന് റെഡി ആക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കുന്നവരുണ്ട്. ചിലവര് കർക്കിടത്തിൽ കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരും ഓരോ ടൈമിനനുസരിച്ച്. ഈ ഓട്ട മത്സരം ഏത് മാസം കർക്കിടത്തില്? ഞങ്ങള് മെയിൻ ആയിട്ട് ഈ തിരുവത്തപ്പള്ളി, പാലക്കാട് തിരുവത്തപ്പള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇങ്ങനെ കന്നു നിർത്തുന്നത്. അത് മകരമാസമാണ്. മലയാള മാസം മകരമാസത്തിലാണ് നേർച്ച ഉണ്ടാവുന്നത്. അതെന്നാ ദിവസം? അതിപ്പോ ഈ പ്രാവശ്യം ഫെബ്രുവരിയിലാണ് വരുന്നത് നേർച്ച. മകരമാസം എന്നാ വരുന്ന അതിന് ദിവസം ഉണ്ടാ? ദിവസം അങ്ങനെ ഇല്ല. അതാ പള്ളിക്കാര് ഡേറ്റ് തീരുമാനിക്കുന്ന അവര് വിളിച്ചു പറയും. അപ്പൊ അങ്ങനെയാണ് കാര്യം. എന്തായാലും നിങ്ങൾ കണ്ടതിൽ നന്നായി. വളരെ ഭംഗിയായിട്ട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എന്തായാലും നല്ലൊരു പരിപാടിയാണ്. നിങ്ങൾ ഇത്രയും കാലം കൊണ്ടുനടക്കും, നിങ്ങളുടെ തലമുറ കൊണ്ടുവരുന്ന, അതിനുശേഷം നിങ്ങളും കൊണ്ടുനടക്കുന്നുണ്ട്. അവര് അവന്റെ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് ഭക്ഷണത്തിനുള്ള. അല്ല, അന്ന് പിന്നെ ഇതൊരു വേറൊരു അങ്ങനൊന്നുമില്ല, നമുക്ക് ഇത് ക്രൈസ് ആണ്. അതന്നെ. എന്തായാലും ഇനിയും നിങ്ങൾ ഇതുപോലെ തുടർന്ന് കൊണ്ടുപോകട്ടെ ഞാൻ ആശംസിക്കാണ്. കാരണം ഇതിങ്ങനെ നശിച്ചു വരും. എല്ലാവർക്കും ഇത് ഒരു ആഘോഷമാണല്ലോ. ഇല്ലല്ലോ, എവിടെ ഇല്ലല്ലോ. അപ്പൊ കണ്ടതിൽ സന്തോഷം. ഓക്കെ.